മോശം 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം അല്ല. അപ്പോൾ എന്താണ് നല്ല ചോദിച്ചത്? വേറെ ഒന്നുമല്ല. വെൽക്കം ടു അസിറോക്കി ബിഗ് ബോസ് സീസൺ 7 അനലൈസിങ് ഒഫീഷ്യൽ ചാനൽ അല്ലേ. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അതാ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് അല്ലേ. ഇപ്പം നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ലാലേട്ടൻ്റെ ഒരു പ്രൊമോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കഴിഞ്ഞ സീസണിൽ റോക്കിയുടെ ഡയലോഗാണ് എന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി പ്രൊമോയാണ് ഈ പ്രാവശ്യം വന്നത്. ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. ഞാനൊരു പ്രൊമോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് നമ്മൾ വീടിനകത്തോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കാരവനിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആക്കം കൂട്ടാനുള്ള ഓയിൽ, ഇന്ധനം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമുക്കിപ്പം ഡയറക്റ്റ് നമ്മൾ ഓഡീഷന് പോയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ഷൻ ആയെന്ന് പറയുന്നത് ഏകദേശം ഒരു 14 ദിവസം, അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പായിരിക്കും അവിടെ നമുക്ക് കോൾ വരുന്നത്. കോൾ വന്നിട്ട് പറയുക നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊമോ ഷൂട്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിലോ പരിസരത്തോ. നമുക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്രൊമോ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ ആ പ്രൊമോ ഷൂട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കയറി പോകുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ ചെന്നൈയിൽ, മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ നിങ്ങൾ അവിടെ വന്ന് റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തിട്ട് അവർ നേരെ കൊണ്ടുപോകുന്നു. അവിടെ നിങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്നു. അക്കോമഡേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റൂമിൽ കയറി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കട്ടായിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ആരുമായിട്ടും ആ ബന്ധം കാണത്തില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാര്യം ഫോൺ മാത്രം നിങ്ങളെ കയ്യിൽ കാണും, പക്ഷെ ആരെയും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഫോൺ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അങ്ങനെ പിറ്റേന്ന് നിങ്ങൾക്ക് രാവിലെ കോൾ വരുന്നു. നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് മറ്റ് ലോഗോയോ കാര്യങ്ങളോ ഒന്നുള്ള ഡ്രസ്സോ കാര്യങ്ങളൊന്നും അവർ എടുക്കത്തില്ല. പ്ലെയിൻ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കുറേ ഡ്രസ് കോഡുണ്ട്. അതനുസരിച്ചുള്ള ഡ്രസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ക്യാരവാനിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. ഈ ക്യാരവാനിലോട്ട് കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി. ഫോൺ മേടിക്കുന്നതുകൊണ്ട് കൂടി തന്നെ നിങ്ങൾ ഈ ലോകത്തെ ഇല്ലാത്തതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഏകദേശം ഒരു 5-6 മണിക്കൂർ നിങ്ങൾ ക്യാരവാനിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഇടയ്ക്ക് നിങ്ങൾക്ക് ചോറോ കഴിക്കാനോ സാധനങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കും. അതൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് മിണ്ടാതിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, മാക്സിമം എക്സൈറ്റഡ് ആവാതിരിക്കുക. നമ്മുടെ BP കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല ബ്രീത്തൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാരവാനിൽ ഒരു 5 മണിക്കൂർ ഒരു ബോർ ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ നേരെ കൂട്ടിക്കൊണ്ട് പോകുന്ന എവിടെയെന്ന് അറിയാമോ? നിങ്ങളൊരു ചെറിയൊരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു പ്രൊഫൈൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പ്രൊഫൈൽ ഷൂട്ട് ചെയ്യുന്നു. ഈ പ്രൊഫൈൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ നേരെ കൊണ്ടുപോകുന്നത് എവിടെ അറിയാമോ? ലാലേട്ടൻ്റെ ഫ്രണ്ടിലോട്ടാണ്. നിങ്ങളെ സ്റ്റേജിലായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ സ്റ്റേജിലോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ലാലേട്ടനെ ഫസ്റ്റ് നിങ്ങൾ സ്റ്റേജിൽ കാണുമ്പോഴത്തേക്കും ലാലേട്ടൻ വരുന്നു, നിങ്ങളോട് സംസാരിക്കും കാര്യങ്ങളാണ്. നിങ്ങൾ എൻട്രി, അത് കഴിഞ്ഞ് നിങ്ങൾ എൻട്രി ഉണ്ടാവും. എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളെ കണ്ണ് കെട്ടിയിട്ടായിരിക്കും വീട്ടിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ വീട്ടിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-ആമനോ 2-ആമനോ 3-ആമനോ ഒക്കെ ആയിരിക്കും. എന്തായിരുന്നാലും ചിലപ്പോൾ നിങ്ങളൊരു 10-ആമനാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണും, അവരായിട്ടൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം. സോ നമ്മൾ അതിനകത്ത് ചെന്ന് അകപ്പെടുമ്പോഴത്തേക്കും വേറെ ഏതോ ഒരു ലോകത്ത് പോയി അകപ്പെട്ടതുപോലെ ഉണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റത്തെ 2 ഡേയ്സ് നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ക്യാരവാനിൽ നമ്മളൊരു 7 അവേഴ്സോളം നമ്മുടെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഈ വീടിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ പുതിയ ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങളായിരിക്കും നിങ്ങൾ അതിനകത്ത് കാണുന്നത്. നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, നിങ്ങൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഇരിക്കണം ഒന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും പോയി പരിചയപ്പെടുന്നു, അവർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രാത്രിയാവുന്നു. ഏകദേശം നിങ്ങൾ കയറുമ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടാവും, ഒരു 10-12 മണി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് രാത്രി കിടക്കാനുള്ള സമയമൊക്കെ ആവും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാം. ആദ്യത്തെ 2 ദിവസം അവർ നിങ്ങൾക്ക് ഫുഡ് റെഡിയാക്കി തരുന്നു, നിങ്ങൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ബിഗ് ബോസ് വീട്ടിലെ ഡേ 1 കാര്യം. ഡേ 2 മുതലാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട, നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഷോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഷോയിലോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയലി ഞാൻ ഈ പ്രാവശ്യത്തെ ലാലേട്ടൻ്റെ പ്രൊമോ കണ്ടിട്ട് ഐ ആം റിയലി എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്ന് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്ന് പറയുന്നു, എന്തിനാണ് നീ കരയുന്നത്, നീ വിച്ചങ്കാർ ഇടയ്ക്കാണോ, അല്ലെങ്കിൽ നിൻ്റെ ഇമോഷൻ നീ എന്തിനാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. രണ്ടാമത് ഒരാൾ പിന്നെ സിമ്പതി എന്ന് പറയുമ്പോഴത്തേക്കും, ഓക്കെ നീ ആരാണ്, പിന്നെ നന്മമരമാണോ, നീ നന്മമരം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. വേറെ സേഫ് സോൺ പറയുന്നുണ്ട്, സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ മഴയത്ത് മീശ പിരിച്ചിരിക്കുന്ന തന്നെ ഇനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ വെരട്ട് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എനിക്കിതിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും ഗെയിം പ്ലാൻ ചെയ്യുന്നത്? കാര്യം ഒരാളുടെ ഇമോഷൻ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നില്ല. ഒരാൾക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരഞ്ഞാൽ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നില്ലേ? അതായത് ഒരാൾക്ക് നന്മ അത് മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ബേസിക്കലി ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പോൾ അവരുടെ ഇമോഷന് വാല്യൂ ഇല്ലേ, അല്ലേ? അപ്പം സേഫ് സോൺ എന്ന് നിങ്ങൾ പറയുന്നത് അത് എല്ലാത്തിലും കയറി ഇടപെട്ട് എല്ലാ പ്രശ്നത്തിനും ചെന്ന് ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാകുമ്പോഴത്തേക്കും അവർ പലവിധമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? അതിൽ സേഫ് സോൺ ആൾക്കാരുണ്ടാവും, ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും, ബുദ്ധി കുറഞ്ഞ ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും കയറി ഇടപെടുന്ന ആൾക്കാരുണ്ടാവും, ഇടപെടാത്ത ആൾക്കാരുണ്ടാവും, ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇമോഷണലി അപ്പായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കൂടെയായിട്ടുള്ള ഒരു സമൂഹമാണെന്ന് ഞാൻ ബിഗ് ബോസ് വീടുന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷന് വാല്യൂ കൊടുക്കത്തില്ല, നിങ്ങളുടെ സെൻറ്റിമെൻറ്റിന് വാല്യൂ കൊടുക്കത്തില്ല, നിങ്ങളുടെ ക്യാരക്ടറിന് വാല്യൂ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രമോയെ ഞാൻ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. കാര്യം അതെനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത അല്ലെങ്കിൽ എന്തോ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്നെ വിമർശിക്കുക എന്തായിരുന്നാലും ശരി. കാര്യം നിങ്ങൾ ഒന്നിനും വാല്യൂ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തിനായിരിക്കും വാല്യൂ കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സീസൺ 7 വാടാപോടാ ഇലയ എന്നുള്ള സീസൺ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ട് ആൾക്കാരെ പൊറുതിമുട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നെ ലാസ്റ്റ് ഈ സീസണിൻ്റെ തലവേദനയായിട്ട് മാറിത്തീരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ആൾക്കാർ ഒരുപാട് പിഴിയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ലക്ഷറി ബഡ്ജറ്റിൻ്റെ കാര്യം എന്നാൽ ഒരുപാട് വെട്ടിച്ചുരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആഹാരത്തിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പം ആഹാരത്തിന് പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് വിശന്ന് എന്ത് ചെയ്യും? ആൾക്കാർ ആഹാരം എടുത്ത് കഴിക്കുക. അപ്പോൾ അത് മോശമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പം നിങ്ങൾ മോഷ്ടിക്കുന്ന ഒരാളാവും വെരി ഈസി ആയിട്ട്. സോ ഈ സീസൺ ഒരു അടിപൊളി സീസൺ തന്നെയായിരിക്കും. നമുക്ക് ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പം ഈ ലാലേട്ടൻ്റെ ഈ ഒരു പ്രമോ എന്നുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പിടിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഇറങ്ങി നിന്ന് മീശ പിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ ആരും വരല്ല, ഞാൻ ഇടിച്ച് പഞ്ചറാക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം കൂടുതലൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാര്യം അങ്ങനത്തെ ഒരു പ്രമോ ആയിരുന്നു അത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്ക്, അമ്പും വില്ലും, മിഷൻ ഗണ്ണ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. അവസാനം അവനായി ശവമാവാതിരുന്ന കൊള്ളാം. ഓക്കെ, ഇപ്പം മിഷൻ ഗണ്ണ്, തോക്ക്, അമ്പും വില്ലും, ബോംബ്, മലപ്പുറം കത്തി എല്ലാം ഉണ്ട്, എല്ലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അവനായി ശവമാവാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. സീസൺ നമുക്ക് വാടാപോടാ ഇലയ സീസണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ വിലയേറിയ സപ്പോർട്ടുമാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്കിനുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, സി യു സൂൺ ഗൈസ്.